ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ വരായത്ത് ഏതെങ്കിലും ഒരാള് നെറുകന്തറയിൽ കൈവച്ചുകൊണ്ട് ഓതിയിട്ട് യാത്ര തിരിച്ചാൽ അവർക്ക് അപകടങ്ങളില്ലല്ലോ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഈ ഒരു ദിക്ർ നിങ്ങളുടെ നെറുകന്തരയിൽ കൈവച്ചിട്ട് നിങ്ങൾ ഓതിയിട്ട് യാത്ര തിരിച്ചാൽ നിങ്ങൾക്ക് ആ യാത്രയിൽ നിങ്ങൾക്ക് മരണമില്ല. അള്ളാഹുവിന്റെ കാവലുണ്ട്. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കാനുള്ള ദിക്റാ ഈ പരിശുദ്ധമായ മുഹറത്തിന്റെ ഈ ദിവസങ്ങളിൽ മുടങ്ങാതെ ചൊല്ലുമോ? ബിസ്മില്ലാഹി വേണ്ട, ബിസ്മി നിങ്ങൾ ഓതണ്ട സൂറത്തു തൗബയാണ്. സൂറത്തു തൗബയിൽ ബിസ്മില്ല എത്രാമത്തെ ആയത്താണെന്നറിയോ? 168, അതുപോലെ 129, 169 ഈ ആയത്തുകളൊക്കെ നിങ്ങൾ ഓതണം. അള്ളാഹുവിന്റെ ഖുർആനിലാണ് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഈ വരായത്ത് മുഹറം 1 മുതൽ 10 വരെ ഓതുന്നവര് അവർക്ക് അല്ലാഹു സന്തോഷം കൊടുക്കും, അവർക്ക് അല്ലാഹു നിഅമത്ത് കൊടുക്കും, അവർക്ക് അല്ലാഹു ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കും. ഒരുപാട് സന്തോഷത്തിന്റെ വഴികളെ അല്ലാഹു അവർക്ക് കൊടുക്കുമല്ലോ. അതുകൊണ്ട് മുഅ്മിനേ, നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങൾ അങ്ങനെ ഓതിയാൽ അൽഹംദുലില്ലാഹ് അത് ജീവിതത്തിൽ വല്ലാത്തൊരു സ്വത്താണ്. ഇത് ഒരു ദിവസം മാത്രല്ല, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്കത് പതിവാക്കാം. നമ്മൾ ഇങ്ങനെ കൈവച്ചിട്ട് ഏത് യാത്രയ്ക്ക് നമ്മൾ ഓതിയിട്ടിറങ്ങണം. മക്കളെ ഈ ആയത്ത് ഓതി പഠിപ്പിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ദിവസവും നമുക്കത് ചെല്ലാം. പിന്നെ വിശിഷ്യ ഈ മുഹറത്തിന്റെ ഈ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾക്ക് വിജയമുണ്ട്. അതുകൊണ്ട് ചൊല്ലണേ. ഇന്നത്തെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒരു സൂറത്ത് കൂടെ നിങ്ങൾ പതിവാക്കണം. അതേതാണ് സൂറത്തെന്നറിയുമോ? ഏതെന്നറിയുമോ സഹോദരങ്ങളെ? മറ്റൊന്നുമല്ല, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ഈ ഒരു സൂറത്ത് കൂടെ ഓതിയാൽ ഈമാൻ നഷ്ടപ്പെടാതെ മരിച്ചു പോകാം. മറ്റുള്ള ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോകാതെ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കാൻ പറ്റും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞങ്ങളുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരെ അല്ലാഹു കബൂലാക്കട്ടെ. അവരുടെ രോഗങ്ങളെ അല്ലാഹു മാറ്റട്ടെ. ഈ മാസത്തിന്റെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഖൈറും ബറക്കത്തും നിറയ്ക്കട്ടെ. അല്ലാഹു ഇസ്സത്തുള്ള ജീവിതം തരട്ടെ. മാരകമായ രോഗത്തെ തൊട്ട് അല്ലാഹു എല്ലാവരെയും കാക്കട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും നല്ലത് മാത്രം അല്ലാഹു തആല വരുത്തട്ടെ. പരിശുദ്ധമായ ദീനിന്റെ പുതുവത്സരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അല്ലാഹു എല്ലാവർക്കും ഖൈർ കൊണ്ട് ഈ ഒരു കൊല്ലം സന്തോഷത്തിലാക്കി തരട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ ഉള്ള ദിവസങ്ങളിൽ പരിശുദ്ധമായ മുഹറത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെയേറെ മർമ്മപ്രധാനമായ ദിക്റുകൾ നമുക്ക് ചൊല്ലാനുണ്ട്. ഇന്ന് ഞാൻ ചൊല്ലിത്തരുന്ന ദിക്ർ നിങ്ങൾ എന്റെ കൂടെ എല്ലാവരും ചൊല്ലുക. നല്ല നീയത്തോടുകൂടി നമുക്കറിയാവുന്ന ദിക്റുകളാണ്. എന്നാലും ഈ ഒരു ദിവസത്തിൽ അതൊരു വലിയ ഒരു പ്രതിഫലമാണ് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു അമൂല്യമായ ഒരു ദിക്ർ കൂടെയാണ്. അപ്പൊ എല്ലാവരും നല്ല മനസ്സോടുകൂടി, നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് കടങ്ങളുള്ളവരുണ്ട്. ആ കടങ്ങളും ആ സങ്കടങ്ങളെല്ലാം മാറണമെന്ന് ആഗ്രഹമുള്ളവർ എന്റെ കൂടെ ചൊല്ല്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ
യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനൂ. അല്ലാഹുവിന്റെ ഹബീബ് ആളുകൾ വിശ്വസിച്ചരായ ആളുകളെ വിളിച്ചിരിക്കാൻ. അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചവരെ നിങ്ങൾ നന്മ ചെയ്യാം, നിങ്ങൾ നന്മയിലൂടെ നിങ്ങൾ കടന്നു വരിക, നന്മകളുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരിക എന്നുള്ള ആ ഒരു പവിത്രമാണ്, ആ ഒരു സന്തോഷത്തിന്റെ വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി അല്ലാഹു സന്തോഷവും സമാധാനവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പുതിയ ഒരു കൊല്ലത്തിലേക്ക് വരുമ്പോ നമ്മുടെ കടങ്ങൾ മാറണം, പ്രയാസങ്ങൾ മാറണം. എല്ലാവരും ഒന്ന് ചൊല്ലിക്കോ. ആദ്യം നമ്മൾ ചൊല്ലാനുള്ളത് അഫ്ളൽ ദിക്റാൻ. എല്ലാവരും എന്റെ കൂടെ ചൊല്ല്, എല്ലാവരും ചൊല്ലണം. ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കൂടെ ഒരുമിച്ചിരുന്നു കൊണ്ട് നിന്റെ ഏറ്റവും അഫ്ളലായ ദിക്റാണ് ചൊല്ലിയത്. ജീവിച്ചിരിക്കുമ്പോൾ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. വിട പറയാൻ കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി വിട പറയാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഇതേ ദിക്റിൽ തന്നെ ജീവിച്ച് ഇതേ ദിക്റിൽ തന്നെ വിട പറയാൻ സാധുക്കളായ പാപികളായ ദോഷികളായ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് തരണേ അല്ലാഹ്. ഇനി എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരുടെ മുമ്പിലും തലകുനിക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുമ്പോ ഇസ്സത്തുള്ള ജീവിതത്തോടുകൂടി ജീവിക്കണമല്ലോ. മരിക്കുന്നത് വരെ ഒരാളുടെ മുമ്പിലും രോഗമാണെന്ന് പറഞ്ഞ് കൈനീട്ടാൻ പാടില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവര് ചൊല്ലിക്കോ, യാ അസീസു യാ അല്ലാഹ്. എന്റെ കൂടെ ചൊല്ലി, യാ അസീസു യാ അല്ലാഹ്, 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 യാ അസീസു യാ അല്ലാഹ്,
يا عزيز يا الله 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 അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ വളർമയെ പറ്റി ഞങ്ങൾ പറഞ്ഞതാണ്, നിന്റെ ഇസ്മാണ് റബ്ബേ. ഞങ്ങളെ ഒരിക്കലും ഒരു നട്ടത്തിൽപ്പെടുത്തല്ലേ അല്ലാ. ഏറ്റവും കൂടുതൽ ഔന്നത്യമുള്ളത്, ഏറ്റവും കൂടുതൽ ഉന്നതലങ്ങളിലുള്ളത് അത് നീയാണ് റബ്ബേ. നിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മുകൾ ചൊല്ലിയിട്ട് സാധുക്കളായ ഉമ്മമാര് ഉപ്പമാര് ഈ സമയത്ത് ആമീൻ പറയുന്നവരുണ്ട്, ഈ സമയത്ത് ദുആരക്കുന്നവരുണ്ട്. അല്ലാ, എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. എല്ലാവരുടെ രോഗങ്ങളും മാറ്റണേ അല്ലാ. ഈ ദിക്റൊക്കെ ഓരോ ദിവസവും നമ്മൾ ചൊല്ലാനുള്ളതാണ്. എന്നാൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇനി മൂന്നാമതായി ചൊല്ലാനുള്ള ദിക്ർ ഏതാണ്? നമ്മളെല്ലാവരും പറയുമല്ലോ, എന്തിനേറെ ആ ഒരു ദിക്ർ നിങ്ങൾ, എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലിയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അപകടങ്ങളില്ല, നിങ്ങൾക്ക് ആക്സിഡന്റുകളില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളില്ല. അതുമാത്രവുമല്ലല്ലോ, ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഉള്ള 10 ദിവസം നിങ്ങൾ ഓതിയാൽ അത് അത്ഭുതമാണ്. സൂറത്ത് തൗബയിലെ ഒരായത്ത് എല്ലാ 10 നിങ്ങൾ ചൊല്ലണം. നാളെയും ചൊല്ലണം, അതിന്റെ അടുത്ത ദിവസവും ചൊല്ലണം. എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലിക്കൊണ്ട് വരണം, മറക്കണ്ട. എല്ലാ ദിവസവും നിങ്ങൾക്ക് അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു അള്ളാന്റെ ഖുർആനിലെ സൂറത്ത് തൗബയിലെ ഒരായത്താണ്. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. أعوذ بالله من الشيطان الرجيم. എല്ലാവരും എന്റെ കൂടെ വന്ന് ചൊല്ല്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം തരട്ടെ. അല്ലാഹു നമുക്ക് സന്തോഷം തരട്ടെ. അല്ലാഹു ഖൈറായ വഴികൾ അല്ലാഹു നമുക്ക് തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സോടുകൂടി എന്റെ കൂടെ അങ്ങ് ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ വഴികൾ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു എല്ലാവരും എന്റെ കൂടെ ചൊല്ലി, നമുക്കറിയാവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. കൂടെ ചൊല്ലിക്കോ. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽം ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا وحبيبنا محمد. اللهم انزله المقعد المقرب عندك يوم القيامة إنك لا تخلف الميعاد. اللهم يسر أسيرنا وسهل أمورنا واقض هوائجنا وأد ديوننا واشف أمراضنا ونجنا من قوم الظالمين والحاسدين والنمامين والمغتابين والفتانين يا رب العالمين. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ ഈ പരിശുദ്ധമായ ഒരു പുതുവത്സരം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. കഴിഞ്ഞ ഒരു കൊല്ലക്കാലം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി, ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിസ് കാണുന്ന ഒരാളെയും നീ സങ്കടത്തിലാക്കല്ലേ അല്ലാ, വിഷമത്തിലാക്കല്ലേ അല്ലാ, ദുഃഖത്തിലാഴ്ത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, അർശിന്റെ തണല് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈമാനിന്റെ മാധുര്യം തരണേ അല്ലാ. അല്ലാഹുവേ, ഒരു പാവപ്പെട്ട ഉമ്മാക്ക് ഉംറക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ മനസ്സറിഞ്ഞുകൊണ്ട് സഹായിച്ചവരുണ്ട്, സഹായിച്ചു കൊണ്ടിരിക്കുന്നവരുമുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, മക്കളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരാളെയും നീ ഖായിബാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, കമന്റിലൂടെ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. സങ്കടങ്ങളോ വേദനകളോ പ്രയാസങ്ങളോ അല്ലാഹുവേ കൊടുത്തു പരീക്ഷിക്കല്ലേ അല്ലാ. കരുണക്കടലായ തമ്പുരാനെ, മാലിക്കുൽ മുലൂക്കായ അല്ലാ, അല്ലാഹുവേ, നിന്നെ അനുസരിക്കുന്ന അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ക്യാൻസർ പോലത്തെ രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ, അറ്റാക്ക് തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, കൈകാലുകൾ തളർന്നു കിടക്കുന്ന രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ മക്കള് മാതാപിതാക്കള് സഹോദരങ്ങൾ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ആരൊക്കെ കമന്റിലൂടെ എന്തൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ അവരൊക്കെ ആഗ്രഹങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.